ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പാർട്ടിയുടെ എംപിയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ അകമഴിഞ്ഞു പുകഴ്ത്തിയുള്ള വാക്കുകൾ വരിക എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നേ പറയണ്ടു. ഒരു ദേശീയ മീഡിയയോട് ഓപ്പണായി ഇത്തരത്തിൽ അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ വളരെ വ്യക്തമായി അറിയാം, അദ്ദേഹത്തെ വ്യക്തമായി മനസ്സിലാക്കി എന്ന് ഉറപ്പാണ്. അതുപോലെ മറ്റൊരു കാര്യം, അദ്ദേഹം യഥാർത്ഥത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസവും അതിൽ കവിഞ്ഞ വിവേകവുമുള്ള ആളാണെന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോഴേ എല്ലാവർക്കും ബോധ്യമാകും. ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ അകമഴിഞ്ഞു പുകഴ്ത്തിയ എംപി ആരെന്നും അദ്ദേഹം ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സാധാരണയായി കേരളത്തിലെ വലതുപക്ഷത്തുള്ളവർക്ക് ഇടതുപക്ഷ പാർട്ടികളെക്കുറിച്ച്, പ്രത്യേകിച്ച് CPM-നെ കുറിച്ച് നല്ല അഭിപ്രായമില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിന് തക്കതായ അടിസ്ഥാനവുമുണ്ട് എന്നുള്ളതും നിഷേധിക്കാനാവാത്ത കാര്യമാണ്. എന്നാൽ കേരളത്തിൽ ഒഴികെയുള്ള ഇടതുപക്ഷ പാർട്ടിയിലെ ആളുകൾ പൊതുവെ നല്ല അറിവുള്ളവരും നല്ല വ്യക്തിഗുണമുള്ളവരും നല്ല രീതിയിൽ പെരുമാറുന്നവരുമാണ്. അതിന് ഒരുപക്ഷെ കാരണം അധികാരം അവരുടെ തലയ്ക്ക് പിടിക്കാത്തതുകൂടിയാവാം. കാരണം പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ ഇരുന്ന സമയത്ത് CPM-ന്റെ വളരെയേറെ ചോട്ടാ നേതാക്കൾ ഗുണ്ടായിസവും മറ്റ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്യുന്നവർ ആയിരുന്നു. എന്നാൽ നിങ്ങൾ കേരളത്തിലെ ഒഴികെയുള്ള ഇടതുപക്ഷ നേതാക്കളെ നോക്കുകയാണെങ്കിൽ, അവരുടെ സംസാരം കേൾക്കുകയാണെങ്കിൽ പലരും മികച്ച നേതാക്കളാണ്, നല്ല വ്യക്തികളാണ് എന്ന് മനസ്സിലാവും. അതുപോലെ CPI-യുടെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള നേതാക്കളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ കേരളത്തിലെ CPM നേതാക്കളിൽ നിന്നും വളരെ വിഭിന്നരാണെന്നും പൊതുവെ മര്യാദയും സംസ്കാരവും ഉള്ളവരാണെന്നും. പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള CPI നേതാക്കൾ വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരും ആണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധിയെ ഇവിടെ അകമഴിഞ്ഞു പുകഴ്ത്തുന്നത് പശ്ചിമ ബംഗാളുകാരനായ CPM-ന്റെ രാജ്യസഭാ MP ആണ്. CPM-ന്റെ രാജ്യസഭാ MP ആയ വികാസ് രഞ്ജൻ ഭട്ടാചാര്യയാണ് രാഹുൽ ഗാന്ധി എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന് വളരെ സ്പഷ്ടമായി ദേശീയ മീഡിയ ആയ IANS-ഉമായുള്ള അഭിമുഖത്തിൽ പറയുന്നത്. അദ്ദേഹം രാഹുലിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ടുകൊള്ളൂ. രാഹുൽ ഗാന്ധി ഹാസ് all India acceptability. He talks on principle. He fights on principle. I haven't seen any other leader in the present time, in the given context, who really stands so high and straight on principles. He's fighting RSS on principle. Therefore, though we have many differences on economic issues with Congress, but at the moment I have no hesitation in saying that Rahul Gandhi has taken a very positive stand, which irritates RSS, which irritates Modi, and therefore they will always try to, dehumanize him, show him as little as possible. And that's the tactical war. അദ്ദേഹം ഇവിടെ വ്യക്തമായി പറയുകയാണ്, വളരെ പ്രിൻസിപ്പിൾ ഉള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്ന്. അദ്ദേഹത്തിന്റെ ഈ സംസാരത്തിൽ പ്രിൻസിപ്പിൾ ഉണ്ട്, അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് പ്രിൻസിപ്പിൾ ഉണ്ട്. ഇത്രയധികം മൂല്യമുള്ള മറ്റൊരാളെ ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് CPM-ന്റെ MP പറയുന്നു. ഇതാണ് മികച്ച CPM നേതാക്കളോട് ബഹുമാനം തോന്നിപ്പിക്കുന്ന കാര്യം. അദ്ദേഹം വ്യക്തമായി പറയുന്നു, സാമ്പത്തിക രംഗത്തെ കാര്യങ്ങളിൽ, എക്കണോമിക് കാര്യങ്ങളിൽ കോൺഗ്രസുമായി ഞങ്ങൾക്ക് വളരെയേറെ ഭിന്നതയുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മികച്ച വ്യക്തിത്വമുള്ള, മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന മറ്റൊരു നേതാവില്ല എന്ന്. ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും തമ്മിൽ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെ RSS-ഉം BJP-യും ഭയപ്പെടുന്നു. അതിനാലാണ് അദ്ദേഹത്തിനെതിരെ 10,000-കണക്കിന് കോടികൾ മുടക്കി RSS-ഉം BJP-യും പ്രചാരണം നടത്തുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ദേശീയ തലത്തിൽ CPM-ഉം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് അറിയാം. എന്നാൽ കേരളത്തിലെ ഒരൊറ്റ CPM നേതാക്കൾ പോലും രാഹുൽ ഗാന്ധിയുടെ നല്ല വശങ്ങൾ പറയാൻ തയ്യാറാവുകയുമില്ല. പക്ഷേ യഥാർത്ഥ മൂല്യമുള്ള CPM-ന്റെ നേതാക്കൾ അതിൽ നിന്ന് വളരെ വിഭിന്നമാണ്. ഓർക്കണം, അധികം താമസിയാതെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രധാന എതിരാളിയാണ് CPM. എന്നിട്ടും സത്യസന്ധമായി കാര്യം പരസ്യമായി പറയാൻ ഇദ്ദേഹം യാതൊരു മടിയും കാണിച്ചില്ല എന്നുള്ളത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. ഇന്ത്യയൊട്ടുക്കും ഇത്ര ജനസമ്മതിയുള്ള മറ്റൊരാൾ ഇല്ല എന്നും അദ്ദേഹം തുറന്നു പറയുകയാണ്. 100% ശരിയായ കാര്യമാണ് അത്.
ഹിന്ദി ബെൽറ്റിൽ ഉൾപ്പെടെ എല്ലായിടത്തും മോദിയേക്കാൾ ജനപിന്തുണയിൽ ബഹുദൂരം മുൻപിലാണ് രാഹുൽ ഗാന്ധി. സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ളവരുടെയും യുവജനങ്ങളുടെയും ഇടയിൽ മോദിയേക്കാൾ 3 ഇരട്ടിയോളം ജനപിന്തുണയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ എക്സിലും ഫേസ്ബുക്കിലും ഒക്കെ നടത്തിയ സർവേകളിൽ നമ്മൾ വ്യക്തമായി കണ്ടിട്ടുള്ളതാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയെ വ്യക്തമായി മനസ്സിലാക്കി അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു മടിയും കൂടാതെ ദേശീയ മീഡിയയിൽ തുറന്നു പറഞ്ഞ CPM-ന്റെ രാജ്യസഭാ MP യെ അഭിനന്ദിച്ചേ മതിയാവൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?